നമസ്കാരം, എല്ലാവർക്കും PSC ടോപ്പറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 11 വ്യക്തിയും സമൂഹവുമാണ് നോക്കുന്നത്. ഒരു ചെറിയ ചാപ്റ്ററാണ്, എന്നാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സും കുറച്ച് പേരുടെ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. അതായത് കൂടുതലും ഇതിൽ സമൂഹം എന്താണ്, അതുപോലെ വ്യക്തിയുമായിട്ടുള്ള ബന്ധം എന്താണ്, അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ചാപ്റ്റർ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ചാപ്റ്ററിൽ പക്ക തിയറി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇവിടെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തിയുടെ ജനനം മുതൽ മറ്റുള്ളവരോടുള്ള ആശ്രയത്വം നമുക്ക് ആരംഭിക്കുന്നു. അത് നമുക്കറിയാം. അതായത് കുടുംബവും അയൽക്കാരും സുഹൃത്തുക്കളും അതുപോലെ അധ്യാപകരും ഈ കുട്ടികളുടെ അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെയും വളർച്ചയിൽ പങ്കുവഹിക്കുന്നു. അങ്ങനെ ഭാഷയും വേഷവും സംസ്കാരവും പെരുമാറ്റ രീതിയും സമൂഹത്തിൽ നിന്നാണ് നാം സ്വായത്തമാക്കുന്നത്. അതായത് സമൂഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ലഭിക്കുന്നുള്ളൂ, ഇങ്ങനെ സ്വന്തമായിട്ടൊരു ഭാഷ, അതുപോലെ വേഷം, അതുപോലെ തന്നെ സംസ്കാരം, പെരുമാറ്റ രീതികളൊക്കെ ഉണ്ടാകുന്നുള്ളൂ. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും വ്യക്തി പലരോടും ബന്ധപ്പെടുന്നുണ്ട്. ഈ ബന്ധങ്ങളുടെ ജാലിക നിലനിൽക്കുന്ന വലിയ സംഘമാണ് സമൂഹം. എന്താണ് സമൂഹം? വ്യക്തികളുടെ ബന്ധങ്ങളുടെ ജാലിക നിലനിൽക്കുന്ന വലിയ സംഘത്തിനെയാണ് സമൂഹം എന്ന് പറയുന്നത്. അതായത് ഗ്രീൻ എന്ന് പറയുന്ന ഒരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, വ്യക്തികളെ ഉൾക്കൊള്ളുന്ന വലിയ സംഘമാണ് സമൂഹം. എന്താണ്? വ്യക്തികളെ ഉൾക്കൊള്ളുന്ന വലിയ സംഘത്തിനെയാണ് സമൂഹം എന്ന് പറയുന്നത്. അത് പഠിച്ചു വെക്കണം. നമ്മളോട് ചോദിക്കാം, ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണെന്ന് ചോദിക്കാം. ഇനി വ്യക്തിയുടെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ അത് സമൂഹമാണ്. ഓപ്ഷൻ നമുക്ക് സമൂഹം, കുടുംബം, അങ്ങനെയൊക്കെ കുറേ ഓപ്ഷൻസ് വരാം. അപ്പോൾ വ്യക്തിയുടെ വളർച്ചയ്ക്കും നിലനിൽപ്പിൻ്റെയും അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ അത് സമൂഹമാണ്. അതുപോലെ വ്യക്തികളെ ഉൾക്കൊള്ളുന്ന വലിയ സംഘമാണ് സമൂഹം എന്ന് അഭിപ്രായപ്പെട്ട ചിന്തകൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഗ്രീൻ ആണ്. അടുത്തത്, ഈ സമൂഹം ആയിട്ട്, അതായത് ഓരോ വ്യക്തികളും സമൂഹമായിട്ട് എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു കഥ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കഥ എന്ന് വെച്ചാൽ നടന്നൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അതായത് ഫ്രാൻസിലെ എവിയോൺ ഗ്രാമത്തിലോട് ചേർന്ന കാട്ടിൽ വേട്ടയാടാൻ പോയ ചിലർ ചെന്നായ്ക്കളോടൊപ്പം ഒരു മനുഷ്യനെ പോലെ ഒരാളെ കണ്ടെത്തുന്നു, ഒരു ജീവിയെ കാണുന്നു. അവർക്ക് കൗതുകവും ആകാംക്ഷയും ഉണ്ടാക്കി അവർ ചെന്നായ്ക്കളെ ഓടിച്ച് ആ ഒരു ജീവിയെ ഇവർ കൈയടക്കുന്നു. അതായത് ഒരു മനുഷ്യനായിരുന്നു അത്. എന്നാൽ മനുഷ്യരൂപമുള്ള ഒരു ജീവിയായിരുന്നു. എന്നാൽ കൈകളും കാലുകളും ഉപയോഗിച്ച് ആ ജീവി അതിവേഗത്തിൽ ഓടുകയായിരുന്നു. അതായത് ചെന്നായ്ക്കളുടെ സ്വഭാവമായിരുന്നു ആ കുട്ടിക്ക്. മുരളുകയും മാന്താൻ ശ്രമിക്കുകയും കടിച്ചു കീറാൻ വരികയും ചെയ്തിരുന്ന ആ ജീവിയെ അവർ വളരെ പണിപ്പെട്ട് നാട്ടിലെത്തിച്ചു. അതൊരു മനുഷ്യ കുഞ്ഞായിരുന്നു. പക്ഷേ ആ കുട്ടിക്ക് എന്തായിരുന്നു? മനുഷ്യരെ പോലെ സംസാരിക്കാനോ പെരുമാറാനോ അതായത് നടക്കാൻ പോലുമുള്ള കഴിവുണ്ടായിരുന്നില്ല. അതായത് ഒരു സമൂഹത്തിൽ ജീവിക്കാത്തത് കൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് മനുഷ്യരുടെ ഒരു സ്വഭാവവിശേഷവും അവനുണ്ടായിരുന്നില്ല. കൂടുതൽ പഠനത്തിനായി കുട്ടിയെ പാരീസിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു ഡോക്ടർ ആ കുട്ടിയെ ഏറ്റെടുത്തു. ഡോക്ടർ സഹായം പല രീതിയിൽ നോക്കിയിട്ടും ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? നമ്മുടെ സമൂഹവുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, വിക്ടർ എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. എന്തായിരുന്നു? വിക്ടർ എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. അതായത് ഈ കഥകളിലൂടെയൊക്കെ വ്യക്തികളും സമൂഹവും എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ഇൻസിഡൻ്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം. അതുപോലെ തന്നെ 1920 ബംഗാളിലെ മിഡ്നാപൂർ ഗ്രാമത്തിൽ നിന്ന് മൃഗങ്ങൾക്കൊപ്പം കണ്ടെത്തിയ 2 പെൺകുട്ടികൾ, കമല, അമല, അങ്ങനെ 2 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അവരുടെ ജീവിതവും ഈ മുമ്പേ പറഞ്ഞ ഫ്രാൻസിലെ വിക്ടറിന്റെ പോലെയായിരുന്നു. അതുപോലെ അമേരിക്കയിൽ ഒരിടത്ത് ഒരു വീടിന്റെ തട്ടിൻപുറത്ത് ഇരുണ്ട മുറിയിൽ അടച്ച ഒരു അന്ന എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ കാര്യം പറയുന്നുണ്ട്. ആ കുട്ടിക്ക് 6 വയസ്സായപ്പോഴാണ് അത് പുറംലോകം കാണുന്നത്. ആ ഒരു സമയത്ത് എന്തായിരുന്നു? അതിന് സംസാരിക്കാനോ നടക്കാനോ സാധിച്ചിരുന്നില്ല. അങ്ങനെ സാമാന്യ ബുദ്ധിയുടെ യാതൊരു ലക്ഷണവും ഈ കുട്ടികളിൽ ഒന്നുമില്ലായിരുന്നു. കാരണം എന്താണ്? സമൂഹത്തിന്റെ അഭാവം കൊണ്ടാണ് ഇങ്ങനെ കുട്ടികൾക്ക് സംഭവിച്ചത്. ഇനി നമുക്ക് നോക്കാം, സമൂഹത്തിന്റെ 2 ഭാഗങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. സമുദായവും സമാജവും. ഏതൊക്കെയാണ്? സമുദായം അഥവാ കമ്മ്യൂണിറ്റി, അതുപോലെ സമാജം അഥവാ അസോസിയേഷൻ. ഇവയാണ് സമൂഹത്തിന്റെ ഭാഗങ്ങൾ. സമുദായവും അതുപോലെ സമാജവും. അത് പഠിച്ചു വയ്ക്കുക. ഏതൊക്കെയാണ് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങൾ എന്ന് ചോദിച്ചാൽ സമുദായം, സമാജം. നമുക്ക് നോക്കാം, എന്താണ് സമുദായം അഥവാ കമ്മ്യൂണിറ്റി? ഒരു നിശ്ചിത പ്രദേശത്ത് നാം ഒന്നാണ് എന്ന വികാരത്തോടെ ജീവിക്കുന്ന വ്യക്തികളുടെ സംഘമാണ് സമുദായം. എന്താണ്? ഒരു നിശ്ചിത പ്രദേശത്ത് നാം ഒന്നാണ് എന്ന വികാരത്തോടെ താമസിക്കുന്ന വ്യക്തികളുടെ സംഘത്തിനാണ് സമുദായം എന്ന് പറയുന്നത്. നിശ്ചിതമായ പ്രദേശത്തെ താമസവും കൂട്ടായ പ്രവർത്തനവും സദൃഢമായ ബന്ധങ്ങളും സമാനമായ സാംസ്കാരിക മൂല്യങ്ങളും സമുദായത്തിന്റെ പ്രത്യേകതകളാണ്. അതായത് ഒരു നിശ്ചിത പ്രദേശത്ത് ഒറ്റക്കെട്ടായിട്ട് താമസിക്കുന്ന ജനങ്ങളുടെ
കൂട്ടത്തെയാണ് എന്ത് പറയുന്നത്? കമ്മ്യൂണിറ്റി അഥവാ സമുദായം എന്ന് പറയുന്നത്. അതായത് നിശ്ചിതമായ പ്രദേശത്തെ താമസവും കൂട്ടായ പ്രവർത്തനങ്ങളും സുദൃഢമായിട്ടുള്ള ബന്ധങ്ങളും സമാനമായ സാംസ്കാരിക മൂല്യങ്ങളും സമുദായത്തിന്റെ പ്രത്യേകതകളാണെന്ന് ഓർത്തു വയ്ക്കുക. സമൂഹവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സമുദായം ചെറുതാണ്, എന്നാൽ സമൂഹത്തിൽ ഉള്ളതിനേക്കാൾ ആത്മബന്ധം സമുദായത്തിൽ നിലനിൽക്കുന്നു. അതായത് സമൂഹം എന്ന് വെച്ചാൽ ഒരു സംഘത്തിനെയാണ് നമ്മൾ സമൂഹം എന്ന് പറയുന്നത്. എന്നാൽ സമുദായം ഈ സമൂഹത്തെ വെച്ച് ചെറുതാണെങ്കിലും എന്തായിരിക്കും? വ്യക്തികൾ തമ്മിലുള്ള ആത്മബന്ധം അവിടെ കൂടുതലായിരിക്കും. ഒരു വ്യക്തിയെ സാമൂഹ്യ ജീവിയാക്കി മാറ്റുന്നതിൽ സമുദായം വലിയ പങ്ക് വഹിക്കുന്നു. ഇതൊരു വ്യക്തി സാമൂഹ്യ ജീവിയായിട്ട് മാറുന്നതിൽ എന്താണ്? സമുദായം വലിയ പങ്ക് വഹിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം, എന്താണ് സമാജം അഥവാ അസോസിയേഷൻ? അതായത് വ്യക്തികളുടെ കഴിവുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടൊപ്പം പൊതു നന്മയ്ക്ക് വേണ്ടി കൂടിയാണ് സമാജങ്ങൾ രൂപം കൊള്ളുന്നത്. എന്താണ്? പൊതു നന്മയ്ക്ക് വേണ്ടി രൂപം കൊള്ളുന്ന ഒരു ഇതിനെയാണ് എന്ത് പറയുന്നത്? സമാജം അഥവാ അസോസിയേഷൻ എന്ന് പറയുന്നത്. അതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? വ്യക്തികളുടെ കഴിവ് വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. റെസിഡൻസ് അസോസിയേഷനുകൾ, തൊഴിലാളി സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ തുടങ്ങിയവയൊക്കെ സമാജങ്ങൾക്ക് ഉദാഹരണങ്ങളാണെന്ന് ഓർത്തു വെക്കുക. ഇനി ബൊഗാർഡസ് എന്ന് പറയുന്ന ഒരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, ചില ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ജനങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ് സമാജം. എന്താണ്? ചില ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ജനങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിനെ സമാജം എന്ന് പറയുന്നു. ബൊഗാർഡസ് ആണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത്. മറക്കാതെ ഓർത്ത് വെക്കാനാണ് ബൊഗാർഡസ്. അത് നമ്മളോട് ചോദിക്കാം. ചില ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ജനങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ് സമാജം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ബൊഗാർഡസ് ആണ്. ഇനി ഒരു വ്യക്തിയെ സമൂഹത്തിലെ കഴിവുറ്റ അംഗമാക്കി മാറ്റുന്നതിൽ സമുദായങ്ങൾക്കും സമാജങ്ങൾക്കും പങ്കുണ്ട്. എന്താണ്? ഒരു വ്യക്തിയെ കഴിവുറ്റ ഒരു വ്യക്തിയാക്കി മാറ്റുന്നതിൽ എന്തിനൊക്കെ പങ്കുണ്ട്? ഈ പറഞ്ഞ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളായിട്ടുള്ള സമുദായത്തിനും അതുപോലെ തന്നെ സമാജത്തിനും പങ്കുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സമൂഹത്തിന്റെ വളർച്ചയിലും നിലനിൽപ്പിലും പല വിധത്തിൽ വ്യക്തികൾ പങ്കാളികളാവുന്നു. ഇത് കുടുംബം, അയൽപ്പക്കം, വിദ്യാലയം, സമാജങ്ങൾ തുടങ്ങിയവയിലെല്ലാം വ്യക്തികളുടെ ക്രിയാത്മകമായ ഇടപെടലുകൾ മാറ്റത്തിന് കാരണമായി തീരാറുണ്ട്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സമൂഹം ഇല്ലെങ്കിൽ വ്യക്തിയില്ല എന്ന പോലെ തന്നെ വ്യക്തിയില്ലെങ്കിൽ സമൂഹവുമില്ല. വ്യക്തിയും സമൂഹവും എങ്ങനെയാണ്? പരസ്പര പൂരകങ്ങളാണ്. അതായത് സമൂഹമില്ലെങ്കിൽ വ്യക്തിയില്ല, അതുപോലെ തന്നെ വ്യക്തിയില്ലെങ്കിൽ സമൂഹവുമില്ല. അങ്ങനെ എന്താണ്? ഈ വ്യക്തിയും സമൂഹവും പരസ്പര പൂരകങ്ങൾ അവ അത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതും ഒന്ന് ഓർത്ത് വെക്കാം. ഇനി നോക്കാം, സാമൂഹീകരണം അഥവാ സോഷ്യലൈസേഷൻ എന്താന്ന് നോക്കാം. ഒരു വ്യക്തിയെ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തനാക്കുന്ന പ്രക്രിയയ്ക്കാണ് എന്ത് പറയുന്നത്? സാമൂഹീകരണം അഥവാ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തനാക്കുന്ന ആ ഒരു പ്രക്രിയയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമൂഹീകരണം അഥവാ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഡെഫിനിഷനൊക്കെ അങ്ങ് പഠിച്ചു വെക്കുക. ഇനി അതുപോലെ തന്നെ ഓക്ബേൺ എന്ന് പറയുന്ന ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, വ്യക്തികൾ സമൂഹത്തിന്റെ സമ്പ്രദായവുമായി പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം. ഈ ഓരോ വ്യക്തികൾ പറഞ്ഞ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു വാക്കുകളും അത് പറഞ്ഞ ആരാന്നും നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. വ്യക്തികൾ സമൂഹത്തിന്റെ സമ്പ്രദായങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയയ്ക്ക് എന്ത് പറയുന്നു? സാമൂഹീകരണം എന്ന് പറയുന്നു. വ്യക്തികൾ സമൂഹത്തിന്റെ സമ്പ്രദായവുമായിട്ട് പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയയ്ക്കാണ് സാമൂഹീകരണം എന്ന് പറയുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഓക്ബേൺ ആണ്. ആരാണ്? ഓക്ബേൺ ആണ്. ഇനി സാമൂഹീകരണ സഹായികൾ ഏതൊക്കെയാന്ന് നോക്കാം. സാമൂഹീകരണം സാധ്യമാകാത്ത ഒരാൾ സാമൂഹ്യ ജീവിയായിട്ട് മാറുന്നില്ല. അതായത് ഒരു സമൂഹത്തിൽ ജീവിക്കാൻ ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്നതാണ് ഈ സാമൂഹീകരണം എന്ന് നമ്മൾ പറഞ്ഞു. സാമൂഹീകരണം ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിന് പല ഘടകങ്ങളും നമ്മളെ സഹായിക്കുന്നുണ്ട്. അതായത് സാമൂഹീകരണ സഹായികളാണ് പറയുന്നത്. അതായത് കുടുംബം, കൂട്ടുകാര്, വിദ്യാലയങ്ങൾ, മാധ്യമങ്ങൾ ഇവയൊക്കെ എന്തായിരിക്കും? സാമൂഹീകരണ സഹായികളായിരിക്കും. അതായത് സാമൂഹീകരണം മനുഷ്യ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണെന്ന് ഓർത്തു വയ്ക്കുക. നമുക്ക് നോക്കാം, കുടുംബം എങ്ങനെയാണ് നമുക്ക് സാമൂഹീകരണത്തിന് സഹായിക്കുന്നത് നോക്കാം. മാതാപിതാക്കളിൽ നിന്നാണ് നാം പെരുമാറ്റശീലങ്ങൾ പഠിക്കുന്നത്. അതിനാൽ സാമൂഹീകരണ പ്രക്രിയയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് എന്താണ്? കുടുംബമാണ്. മാതാപിതാക്കളാണ് കുട്ടിക്ക് സാമൂഹീകരണത്തിന്റെ ആദ്യ പാഠങ്ങൾ പകർന്നു നൽകുന്നത്. നന്മയും തിന്മയും ശരിയും തെറ്റും തിരിച്ചറിയാൻ നാം പഠിക്കുന്നത് എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്നാണ്. അപ്പൊ സാമൂഹീകരണം ആരംഭിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അത് കുടുംബത്തിൽ നിന്നാണ്. മാതാപിതാക്കളാണ് ഈ സാമൂഹീകരണ പ്രക്രിയയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് എന്ന് ഓർത്തു വെക്കാം. ഇനി സമപ്രായക്കാർ, കൂട്ടുകാര്.
കൂട്ടുകാർക്കൊപ്പം ഇടപഴകുമ്പോൾ എന്ത് ചെയ്യുന്നു? കുട്ടികൾ അറിയാതെ ധാരാളം കാര്യങ്ങൾ പഠിക്കുന്നു. കായിക വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ സംഘബോധം ഉണ്ടാകുന്നതിനോടൊപ്പം ജയപരാജയങ്ങൾ അംഗീകരിക്കാനും അവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മുന്നേറുവാനും പ്രാപ്തരാകുന്നു. നല്ല ശീലങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ കൂട്ടുകാർ മുഖ്യ പങ്ക് വഹിക്കുന്നു. അതായത് സാമൂഹീകരണത്തിന്റെ അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത് ഈ പറയുന്ന സമപ്രായക്കാർ അഥവാ കൂട്ടുകാരാണ്. അതുവഴി കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന സംഘബോധം പഠിക്കുകയാണ് ചെയ്യുന്നത്. കൂട്ടുകാരോടുകൂടി ഇടപഴകി കഴിഞ്ഞ് സംഘബോധം പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത് നോക്കാം, വിദ്യാലയം സാമൂഹീകരണത്തിന് സഹായകമാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നിയമങ്ങൾ പാലിക്കാൻ ശീലിക്കുന്നു. അതായത് പ്രത്യേക റൂൾസ് ഒക്കെ പാലിക്കാൻ ശീലിക്കുന്നു. അറിവ് നേടുന്നു. മൂല്യങ്ങൾ സ്വായത്തമാക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. നിയമങ്ങൾ പാലിക്കാൻ ശീലിക്കുന്നു, അതുപോലെ തന്നെ അറിവ് നേടുന്നു, മൂല്യങ്ങൾ സ്വായത്തമാക്കുന്നു. വ്യത്യസ്ത ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന കുട്ടികളുമായിട്ട് ഇടപെടുന്നു. ഇങ്ങനെയാണ്, വ്യത്യസ്ത ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന കുട്ടികളുമായിട്ട് ഇടപഴകുന്നു. അതുപോലെ നല്ല ശീലങ്ങൾ വളർത്തുന്നു. ഇതൊക്കെ വിദ്യാലയം സാമൂഹീകരണത്തിന് എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിയമങ്ങൾ പാലിക്കാൻ ശീലിക്കുന്നു, അതുപോലെ അറിവ് നേടുന്നു, മൂല്യങ്ങൾ സ്വായത്തമാക്കുന്നു, വ്യത്യസ്തമായ ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന കുട്ടികളുമായിട്ട് ഇടപഴകുന്നു, നല്ല ശീലങ്ങൾ വളർത്തുന്നു. വിദ്യാലയത്തിൽ നിന്നും ആർജിക്കുന്ന അറിവുകളും ശേഷികളും മൂല്യങ്ങളും ഉത്തരവാദിത്തബോധമുള്ള സാമൂഹ്യ ജീവിയാക്കാൻ ഓരോ കുട്ടികളെയും പ്രാപ്തരാക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നോക്കാം മാധ്യമങ്ങൾ. അതായത് മാധ്യമങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടിലും മനോഭാവത്തിലും ജീവിത രീതിയിലും സ്വാധീനം ചെലുത്തുന്നു. നമുക്കറിയാം മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കാഴ്ചപ്പാട്, അതുപോലെ തന്നെ മനോഭാവം, അതുപോലെ ജീവിത രീതിയിലും സ്വാധീനം ചെലുത്തുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിനും ഒറ്റ സമൂഹമാക്കുന്നതിനും മാധ്യമങ്ങൾ സഹായിക്കുന്നു. അതായത് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്ന എന്താണ്? ഈ മാധ്യമങ്ങൾ വഴിയാണ്. അതായത് വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങളെ ഒന്നിപ്പിക്കാനും ഒറ്റ സമൂഹമാക്കാനും സഹായിക്കുന്ന ഈ സാമൂഹീകരണ സഹായി ഏതാണെന്ന് ചോദിച്ചാൽ അത് മാധ്യമങ്ങളാണെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് വരുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ മറ്റ് ക്ലാസ്സുകളിലെ ബേസിക് സയൻസിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെയും ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ മറക്കാതെ തന്നെ നിങ്ങളത് കണ്ടുപോവുക. അതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ചാപ്റ്ററുമായിട്ട് കാണാം. താങ്ക് യു.